എൻ്റെ പ്രവാസിയായ ഒരു സുഹൃത്ത് ഇന്നലെ നാട്ടിലെത്തിയപ്പോൾ അവൻ നോമ്പുകാരനായിട്ടാണ് അവിടുന്ന് വന്നത്. ഇവിടെ മാസം കാണാത്തതിനാൽ ഇവിടെ നോമ്പുമായിട്ടില്ല. അവൻ നോമ്പുകാരനായിട്ട് തുടരണോ അതോ സാധാരണ നാട്ടിലെ ജനങ്ങളെ പോലെ ഭക്ഷണത്തിൽ പങ്കാളിയാകണോ? ചോദ്യത്തിൽ പ്രതിപാദിച്ച സുഹൃത്ത് വിദൂര നാട്ടിൽ നിന്ന് വന്നതാണല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ അവൻ വഖാലഫഹും ഔവല ഷഹരി എന്ന അവൻ വന്നുപെട്ട ഈ നാട്ടിലെ സന്ദർഭത്തോട് എതിരായിട്ട് വിദേശത്ത് നിന്ന് നോറ്റ നോമ്പിനെ ഇവിടെ പൂർത്തീകരിക്കണം എന്നാണ് മസ്അല. ഇനി ഈ മാസം അവസാനമാകുന്ന സമയത്ത് അവന് 30 ദിവസം പൂർത്തീകരിച്ചു. അന്ന് നമ്മുടെ നാട്ടിൽ 29 മാസമായിട്ടുള്ളൂ. ഇവിടെ മാസം കണ്ടില്ല. അവന് പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റില്ല. മറിച്ച് വവാഫഖഹും ആഖിറ ഷഹരി, ഈ സ്വദേശികളോട് ഈ മാസത്തിൻ്റെ അവസാനത്തിൽ പങ്കാളിയാകണം. അഥവാ 31 നോറ്റ് പിറ്റേ ദിവസം നമ്മളോടൊന്നിച്ചാണ് അവൻ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഒരു മറുവശം, നമ്മുടെ പല സുഹൃത്തുക്കളും നോമ്പ് കാലത്ത് വിദേശത്തേക്ക് പോകുമല്ലോ. ഒരു ദിവസം മുന്നെയാണ് അവിടെ നോമ്പ് ആരംഭിച്ചിട്ടുള്ളത്. സൗദിയിൽ 29 മാസം കണ്ടാൽ ഈ സുഹൃത്തിന് അന്ന് 28ാമത്തെ നോമ്പായിരിക്കും. ഇവിടെയും ഈ മസ്അല വരും. വവാഫഖഹും ആഖിറ ഷഹരി, സൗദികളോട് ആ മാസത്തിൻ്റെ അവസാനത്തിൽ അവൻ അനുകൂലിക്കണം. 28 നോമ്പ് നോറ്റ് അവരോടൊന്നിച്ച് ഈദ് ആഘോഷിക്കുകയും അവനിക്ക് ബാക്കിയുള്ള ഒരു നോമ്പിനെ പിന്നീട് ഖളാ വീട്ടുകയും ചെയ്യണമെന്നാണ് ഫുഖഹാ പറയുന്നത്.